ദുൽഹിജ്ജ മാസം പിറക്കാൻ പോവുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ സഹോദരീ സഹോദരന്മാർ ഹജ്ജിന് എത്തിക്കഴിഞ്ഞു. ഇനിയും ചിലർ പോകാനുണ്ട്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഹജ്ജിന് 6 മാസത്തോളമല്ല, കൊല്ലത്തോളം ഒരുങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. വളരെ കാലം ചെറിയ അളുക്കിൽ പണമുണ്ടാക്കി വെച്ച് ശേഖരിച്ച് ഒരുങ്ങുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ വിളിയാളം സൂറത്തു അൽ ഹജ്ജിൽ വഅസിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് ജനങ്ങൾക്കിടയിൽ ഇബ്രാഹിം താങ്കൾ വിളംബരം ചെയ്യും. യൗതൂക റിജാലൻ, നടന്നുകൊണ്ടവർ വരും. വഅലാ കുല്ലി ളാമിർ, ക്ഷീണിച്ച് മെലിഞ്ഞുണങ്ങിയ ഒട്ടകാണെങ്കിലും അതിൻ്റെ പുറത്തും വരും. യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ, ആഴമേറിയ ഇടവഴികളിലൂടെ അവർ വരും. അത് ഒട്ടകവും കഴുതയും കുതിരയും കപ്പലും മോട്ടോർ വാഹനങ്ങളുമായി തുടങ്ങി ഇപ്പോൾ വിമാനത്തിലെത്തി നിൽക്കുന്ന യാത്രാരീതികൾ. എത്താനും ഹജ്ജ് ശരിയായ രീതിയിൽ നിർവഹിക്കാനും ആയുരാരോഗ്യത്തോടെ മടങ്ങി വരാനും റബ്ബേ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണേ. നമുക്കും ഹജ്ജ് ചെയ്യണം, ഇനിയും ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം. എന്തെന്നില്ലാത്ത ദാഹമാണ്. എത്ര കണ്ടാലും കാണാനൊന്നുമില്ല അവിടെ, എത്ര പോയാലും തീരാത്ത ദാഹമാണ്. അല്ലാഹുവേ ഞങ്ങളെ ഇനിയും ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അനുഗ്രഹിക്കണേ. ആമീൻ. അപ്പോൾ ഇന്ന് ആഗോള കുടുംബ ദിനമാണ്. ലോക രാഷ്ട്രങ്ങളൊക്കെ കുടുംബ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സന്ദർഭമാണ്. കുടുംബം തന്നെ വേണ്ട, മക്കൾ വേണ്ട, കല്യാണം കഴിക്കണ്ട, ഇപ്പം വേണ്ട, കുറേ കഴിയട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും മാത്രമല്ല നമ്മുടെ സ്വന്തം വീട്ടിലും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. 31, 32, 33 വയസ്സായ പെൺകുട്ടികൾ വരെ വേണ്ട, പിന്നെ ആക്കാം എന്ന് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതനുസരിച്ച് കുടുംബം വേണം, കല്യാണം കഴിക്കണം, കുഞ്ഞുങ്ങളുണ്ടാകണം, എല്ലാം ഉണ്ടാകണം. വേണ്ടേ? ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംവിധാനത്തിൽ കല്യാണം കഴിക്കാതിരിക്കുന്നത് പുണ്യമാണ്. പാതിരികൾ, പുരോഹിതന്മാർ, മാർപ്പാപ്പ, മെത്രാപ്പൊലീത്ത, ബിഷപ്പുമാരൊക്കെ അങ്ങനെ, സന്യാസികൾ, ശാസ്ത്രികൾ, തുണിയെടുക്കുന്നവരുമല്ലാത്തവരുമായി ഒരുപാട് ആൾക്കാർ, സൂഫി വര്യന്മാർ, ഔലിയായിൽ തങ്ങന്മാർ, ബീവിമാരിൽ ചിലരൊക്കെ അങ്ങനെ കല്യാണം കഴിക്കാത്തത് പുണ്യമായി കാണുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന നമുക്ക് വ്യക്തമാണ്. സൂറത്ത് ഹദീദ് 27-ാമത്തെ ആയത്തിൽ അള്ളാഹു അരുളി വറഹബാനിയത്ത്, അവർ പറയുന്നത്, അതിൽ പറയുന്ന വിഷയം വഖഫൈനാ ബിഈസ ഇബ്നി മറിയം വഅതൈനാഹു അൽ ഇൻജീൽ. വിഷയം മനസ്സിലാവുണ്ടാവും. ഈസാ നബിയെക്കുറിച്ച് ഇൻജീൽ നൽകി. എന്നിട്ട് വജഅൽനാ ഫീ ഖുലൂബില്ലദീന തബഊഹു, ആ ഈസാ നബി അലൈഹിസ്സലാമിനെ പിൻപറ്റിയ ആളുകൾക്ക് നാം നൽകി, അവരെ ഹൃദയങ്ങളിൽ വെച്ചു, റഅഫത്തൻ, ദയ, ദയ, വറഹ്മത്തൻ, കരുണ. ആ ടീമല്ല ഇന്ന് എന്നുള്ളത് വ്യക്തമാണ്. അന്നത്തെ ആൾക്കാർക്കുണ്ടായിരുന്ന നല്ല സ്വഭാവത്തെക്കുറിച്ചാണ്. എന്നിട്ട് പറയാണ് അല്ലാഹു വറഹബാനിയത്തൻ ഇബ്തദഊഹാ, ഒരു ബിദ്അത്ത് പോലുണ്ടാക്കി. അതെന്താ? റഹബാനിയത്ത്, ബ്രഹ്മചര്യം, കല്യാണം കഴിക്കണ്ട, ഞാനാണ് രാഷ്ട്രം, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞു ആര്? ലൂയി 14. ഞാൻ മതി, എൻ്റെ ശേഷം നശിച്ച് പോയിക്കോട്ടെ. കല്യാണം കഴിക്കണ്ട എന്നതൊരു പുണ്യമാണെങ്കിൽ പുണ്യം നമുക്കെല്ലാവർക്കും കിട്ടണമല്ലോ, അല്ലേ? അപ്പോൾ ആരും കല്യാണം കഴിക്കുന്നില്ല. അപ്പോൾ കുറച്ചു കാലം നമ്മൾ 60-70 വയസ്സായ ആൾക്കാരും 1 ദിവസം പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടാവും.
കുറച്ചും കൂടി കാലം അങ്ങനെ മുന്നോട്ട് പോയാൽ ചെറുപ്പക്കാരൊക്കെ വയസ്സന്മാരാകും, ചെറുപ്പക്കാരികളൊക്കെ വയസ്സത്തികളാകും. അപ്പോൾ പിന്നെ ഒരു ചായ ഉണ്ടാക്കി തരാൻ, ഒരു ചോറ് വെച്ച് തരാൻ, പാടത്ത് പറമ്പിൽ പണിയെടുക്കാൻ, കടകളിൽ കമ്പോളങ്ങളിൽ കൈകാര്യം ചെയ്യാൻ ആളില്ലാതാവും. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ ഭൂമി ശൂന്യമാകും. അങ്ങാടികൾ, വിദ്യാലയങ്ങൾ എല്ലാം ഒന്നുമില്ലാതെയാവും. കാരണം നോക്കാൻ ആളില്ലാഞ്ഞാൽ എന്താ സ്ഥിതി? നമ്മളെ വീട് പൂട്ടി നമ്മൾ പോയി മടങ്ങി വരുമ്പോഴത്തേന് എന്തായിരിക്കും സ്ഥിതി? പൂപ്പൽ പിടിക്കൂലേ? അല്ലേ? അവിടുത്തെ വായു ശ്വസിക്കാൻ പറ്റാത്തതാകും. മനുഷ്യൻ്റെ വില അത്ര ഉണ്ട്. അപ്പോൾ ഈ ലോകം മുഴുവൻ ഇല്ലാതാകും. അള്ളാഹു ഈ അണ്ടകടാഹത്തിൽ മനുഷ്യരെ നിശ്ചയിച്ചത് ഭൂമിയിൽ മാത്രം. സൂര്യനിലോ ചന്ദ്രനിലോ നക്ഷത്രങ്ങളിലോ ഗ്രഹങ്ങളിലോ ഉപഗ്രഹങ്ങളിലോ എവിടെയൊന്നും കാണുന്നില്ല. ഇവിടെ മനുഷ്യരുണ്ട്. ഈ ഭൂമി നശിപ്പിക്കാനാണ് എന്ത്? ബ്രഹ്മചര്യം. അതില്ല. ഇബ്തദഊഹ, അതവർ പുതുതായി പടച്ചുണ്ടാക്കിയതാണ്. മാക്കത്തബ്നാഹ അലൈഹിം, നമ്മൾ നിശ്ചയിച്ചതല്ല കേട്ടോ, അത് നമ്മൾ എഴുതി കൊടുത്തതല്ല, നമ്മൾ കൽപ്പിച്ചതല്ല. നമ്മളെന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ തൃപ്തി തേടണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്ത്? കല്യാണം കഴിച്ച് പെണ്ണും പടക്കോഴിയുമായിട്ട് കച്ചവടം കൃഷി ഏർപ്പാടായിട്ട് മാത്രം കഴിയണ്ട. പിന്നെയോ നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, നോമ്പ് കൊടുക്കണം, അത്തരം കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഇത് പറഞ്ഞിട്ടില്ല. എന്നിട്ട് അള്ളാഹു ഒരു മഹാരഹസ്യം ലോകത്തോട് വിളിച്ച് പറയുകയാണ്. അതവർ വേണ്ട മാതിരി പാലിച്ചിട്ടില്ല. കള്ളന്മാര്, തരികിടക്കാര്, തട്ടിപ്പുകാര്, വെട്ടിപ്പുകാര് ഈ ബ്രഹ്മചര്യം സ്വീകരിച്ചവരിലും ഉണ്ട് എന്ന്. കല്യാണം കഴിച്ചില്ലാന്നേ ഉള്ളൂ, പക്ഷേ ഭാര്യയെപ്പോലെ അന്യരുണ്ട്, ഭർത്താവിനെ പോലെ അന്യരുണ്ട് എന്ന് അള്ളാഹു പറയുകയാണ്. അള്ളാഹുവെ കാത്ത് രക്ഷിക്കണേ. അപ്പോൾ കുടുംബത്തെ ഇല്ലാതാക്കുക. മാർസിസം നമ്മളോട് പറഞ്ഞു, കുടുംബത്തെ ഇല്ലാതാക്കണം. കുടുംബം എന്ന പരിപാടി വേണ്ട. അത് അനാദികാലം മുതലേ കുടുംബമല്ലായിരുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ബൂർഷ്വായിസമാണ്, ഫ്യൂഡലിസമാണ്, മുതലാളിത്താണ്. എന്താ? എൻ്റെ ഭാര്യ വേറെ ആർക്കില്ലല്ലോ, എൻ്റെ ഭർത്താവ് വേറെ ആർക്കില്ലല്ലോ. അതാണ് മുതലാളിത്തം. സോഷ്യലിസം എന്താ? എല്ലാം എല്ലാവരുടെയും ഭാര്യയാണ്, എല്ലാവരും എല്ലാവരുടെയും ഭർത്താവാണ്. അപ്പോൾ മനുഷ്യരെ നിങ്ങൾ മൃഗങ്ങളാവുക. പക്ഷേ മൃഗായ കുഴപ്പമൊന്നുമില്ല. കാരണം പോത്തും എരുമയും തമ്മിൽ ജീവിച്ചിട്ട് അതിൻ്റെ പേരിൽ അവർക്ക് അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊടാൻ തുടങ്ങിയാൽ എയ്ഡ്സ് ഉണ്ടാകും, കൊറോണ ഉണ്ടാകും, സിഫിലിസ് ഉണ്ടാകും, ലൈംഗിക രോഗങ്ങളുണ്ടാകും. ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് സമരം നടത്തിയ ആൾക്കാർ ഡെൻമാർക്കിലും അവിടെയും ഇവിടെയൊക്കെ പിന്നെ അവർക്ക് തൊടാൻ പേടിയായി, ഒന്ന് കൈ കൊടുക്കാൻ പേടിയായി. ഒപ്പം കിടക്കാൻ അനുവാദം ചോദിച്ച് ഗവൺമെൻറ് അനുവാദം നൽകി. ആ അനുവാദം പോലും അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? പ്രകൃതിക്കെതിരാണത്, പടച്ചവനെതിരാണത്. പോത്തും എരുമയും അങ്ങനെ ജീവിച്ചോട്ടെ, പശുവും കാളയും അങ്ങനെ ജീവിച്ചോട്ടെ. എല്ലാ മൃഗങ്ങളും ജീവജാലങ്ങളും കല്യാണം കഴിക്കാതെ ജീവിക്കുന്നുണ്ട്, ഒരു പ്രശ്നമല്ല. എന്നാൽ മനുഷ്യൻ തമ്മിൽ ഇങ്ങനെ തൊട്ടാലോ അസുഖങ്ങളുണ്ടാകും. ബാപ്പാരാ അറിയില്ല, ഉമ്മാരാ നേരിയൊരു വിശ്വാസമുണ്ട്. അപ്പോൾ മോനെ ആരുമോൻ, മോളെ ആരുമോൻ, ബാപ്പാക്ക് ആരും വിളിക്കാൻ കഴിയാതാവും. ഇതൊന്നും ശരിയല്ല. അതുകൊണ്ട് മാനം മര്യാദക്ക് കല്യാണം കഴിക്കണം. യുവാക്കളെ ഒരു 20 വയസ്സായി കഴിഞ്ഞാൽ എല്ലാവരും കല്യാണത്തിന് ഒരുങ്ങുക. 21ാമത്തെ വയസ്സിൽ കല്യാണം നടത്തുക. പെൺകുട്ടികളെ 17 വയസ്സാകുമ്പോഴെങ്കിലും കല്യാണത്തിന് ഒരുങ്ങുക. 18 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനയാണത്, നബിമാരുടെ മാതൃകയാണത്. കുടുംബമുണ്ടാകണം. ലാ റഹബാനിയത്ത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ബ്രഹ്മചര്യം ഇല്ല. കാലം മാറിപ്പോയി എന്ന് ചിലർ പറയും. കാലത്തിനൊരു കുഴപ്പമില്ല കേട്ടോ. കാലം അള്ളാഹുവാണ്. സൂര്യൻ പതിവ് പോലെ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ചന്ദ്രൻ പതിവ് പോലെ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. നക്ഷത്രങ്ങൾ കണ്ണുചിമ്മി തുറക്കുന്നു. രാവും പകലും, ചൂടും തണുപ്പും, കാറ്റും മഞ്ഞും മഴയും വെയിലും ഒക്കെ സാധാരണ പോലെ ഉണ്ട്. മാറ്റം വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെന്താ മാറിയത്? നമ്മളാണ്.
അന്നുണ്ട്. അള്ളാഹു ഈ പറഞ്ഞത് 14 നൂറ്റാണ്ട് മുമ്പാണ്. അതിൻ്റെയും മുമ്പ് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിലാണ് ഈ പെണ്ണ് കെട്ടണ്ട എന്ന ചിന്താഗതിന് ശേഷം വന്നത്. അല ഇബ്രാഹിം ബിറുസുലിന, ഇബ്രാഹിം നബിക്ക് ശേഷവും നാം കുറേ നബിമാരെ അയച്ചു, ഈസാ നബിനെ അയച്ചു. എന്നിട്ട് പിന്നെ ഈസാ നബിൻ്റെ അനുയായികൾ എന്ത് ചെയ്തു? ഇതുണ്ടാക്കി. അപ്പൊ എന്നുണ്ട് ഇത് കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്ന പരിപാടി. മോളെ ഏയ് ഇല്ല, സ്വന്തം കാലിൽ നിൽക്കണം. പിന്നെ ആരാന്റെ കാലും മേലാ നീ നിൽക്കുന്നത്? പെണ്ണേ, നീ ആരാന്റെ കാലും മേലാണോ നിൽക്കുന്നത്? അല്ല. പിന്നെ നിനക്ക് തിന്നാൻ തരുന്നില്ല വാപ്പിമ്മയും ഉണ്ട്. കല്യാണം കഴിഞ്ഞാൽ അഡ്രസ്സ് മാറും, റേഷൻ മാറും. അതാരാ? ഭർത്താവാകും. അതിനാണ് അള്ളാഹു ബാപ്പാക്ക് പണം കൊടുക്കുന്നത്, ഉമ്മനെ പോറ്റാൻ. അളിയന് പണം കൊടുക്കുന്നത് പെങ്ങളെ പോറ്റാൻ. പണമായി, പണ്ടമായി, പറമ്പായി, അറയായി, വിസയായി, ജോലി വാഗ്ദാനമായി. സ്ത്രീധനം ചോദിക്കരുത്, കൊടുക്കരുത്, ആഗ്രഹിക്കരുത്. ആണിന്റെ കീഴിൽ അവരുടെ സമ്പത്തിൽ നിന്ന് അവരാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ആണിന് മേധാവിത്വം കൊടുത്തു. നിങ്ങൾ പണമുണ്ടാക്കി പെണ്ണിനെ അന്വേഷിക്കണം. ആ നിലക്ക് അള്ളാഹു വിവാഹം അനുവദിച്ചിരിക്കുന്നു. വിവാഹം അനുവദിച്ചത് എന്താ? അൻതബുത്തൗബി അംവാലിക്കും, നിങ്ങളെ പണം കൊണ്ട് പെണ്ണിനെ അന്വേഷിക്കണം. കോഴിക്കോട് നിന്ന് പേരാമ്പ്രയിൽ പോയി കല്യാണം കഴിച്ച ഒരു മുതലാളിയോട് ചോദിച്ചു, നിങ്ങളെങ്ങനെ അവിടെ എത്തി? അപ്പം അദ്ദേഹം ഈ ആയത്തോതി, അൻതബുത്തൗബി അംവാലിക്കും, ഞാൻ കുറച്ച് പൈസയും കീശയിലിട്ട് ഇങ്ങനെ പെണ്ണും തിരഞ്ഞു നടന്നു, അവിടെ എത്തി. അദ്ദേഹം അടുത്ത് മരിച്ചു. അള്ളാഹുവേ അനുഗ്രഹിക്കണേ. അപ്പോ പടച്ചവൻ പഠിപ്പിക്കുന്നത് ഇതാണ്. അതുകൊണ്ട് പെണ്ണെ, നീ സ്വന്തം കാലിൽ തന്നെ നിൽക്കുന്നത്. പിന്നെ നീ ഇപ്പോഴല്ലേ അതൊക്കെ പറയാനായത്? നിനക്കൊരു ചെറുപ്പകാലമില്ലേ? മാതാവിൻ്റെ മടിത്തട്ടിൽ കഴിഞ്ഞൊരു കാലമില്ലേ? അമ്മിഞ്ഞു കുടിച്ച കാലമില്ലേ? സ്കൂളിലേക്ക് താത്തയുടെയും കാക്കയുടെയും കൈപിടിച്ച് പോയ സമയമില്ലേ? കൗമാരപ്രായമില്ലേ? ഇപ്പോ അഹങ്കാരത്തിന്റെ വാക്ക് പറയണ്ട, ദുരഭിമാനം വേണ്ട. അള്ളാഹു നിശ്ചയിച്ചത് അവരാണ് ചെലവഴിക്കേണ്ടത്. ആ നിലക്കാണ് അർറിജാലു ഖവ്വാമൂന അലൻ നിസാ, ആണുങ്ങൾ പെണ്ണുങ്ങളുടെ മേൽനോട്ടക്കാരായത്. പെൺകുട്ടി, നിന്റെ വീട്ടിൽ നിന്റെ വാപ്പയാണോ ഉമ്മയാണോ? ആണ്. നിന്റെ പിതാവാണോ നിന്റെ മാതാവാണോ? ആണ്. ആണ് പിതാവാണ്. പെണ്ണ് ആണാകരുത്, ആണ് പെണ്ണാകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കണം, ചർച്ച ചെയ്യണം. പെണ്ണിന്റെ അഭിപ്രായത്തിന് വിലയുണ്ട്. സൗജ് എന്നാണ് പേര്. സൗജ് എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നോ ഭർത്താവ് എന്നോ അല്ല. ഭരിക്കുന്നവനായ ഭർത്താവോ ഭരിക്കപ്പെടുന്നവളായ ഭാര്യയോ അല്ല. പിന്നെയോ സൗജ് എന്ന് പറഞ്ഞ പങ്കാളി എന്നാണ്. ഷെയറാണ്, പാർട്ണർഷിപ്പാണ്. ആണും പെണ്ണും ഒക്കെ അത് മനസ്സിലാക്കണം. കടന്നു കയറി വർത്താനം പറയാൻ നിൽക്കണ്ട, അവളെ ഇടിച്ചു താഴ്ത്താൻ നിൽക്കണ്ട. എന്താ വേണ്ടത് എന്ന് അങ്ങോട്ട് കൊണ്ട് ചോദിക്കുക, ഒരുമിച്ച് തീരുമാനമെടുക്കുക. മേധാവിത്വം ഒരാൾക്ക്, 2 കസേര ഉണ്ടായി എങ്ങനെ ഉണ്ടാവും? മുഖ്യമന്ത്രി 3 എന്നൊക്കെ ചർച്ച നടന്നില്ലേ? ഒരാളെ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ കുറച്ച് ദിവസം നീണ്ടതൊക്കെ. അള്ളാഹുവേ, നല്ല ഭരണാധികാരികളെ ഞങ്ങൾക്ക് നൽകണേ. അപ്പോ ഒരാളെ പാടുള്ളൂ, ഇലാഹു ഒന്നേ ഉള്ളൂ. CM മടവൂര് പടച്ചോനാന്ന് പറഞ്ഞാൽ അതുണ്ടാവില്ല. ഭഗവാൻ പടച്ചോനാന്ന് പറഞ്ഞാൽ അതുണ്ടാവില്ല. അമ്മ പടച്ചോനാന്ന് പറഞ്ഞാൽ അതുണ്ടാവില്ല. ഒരാളേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാണം, ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം പോലെ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലും ഒരാൾ, അതിന്റെ താഴെ ഒരാൾ. എല്ലാവരും കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. എല്ലാവരും കുല്ലുക്കും മസ്ഊലുൻ, വിചാരണ ഉണ്ടാവും. പടച്ചോൻ ചോദിക്കും, ഒന്ന് സുബഹിക്ക് മക്കളൊക്കെ മസ്ജിദിലെത്തിയോ? ബാപ്പാരോടാ ചോദിക്കണത്. എത്തിയോ? എത്തിയില്ലെങ്കിൽ പടച്ചോൻ ചോദിക്കും. നമ്മളെ അഞ്ഞമ്മിഞ്ഞ മറുപടി ഉണ്ടല്ലോ, എന്ത് അവർക്ക് പ്രായപൂർത്തിയായി, ഇന്നലെ രാത്രി വൈകിട്ടാ വന്നത്, അതൊന്നുമല്ല. ഹയ്യ, ഇങ്ങോട്ട് വാടോ അല്ലേ? അതുകൊണ്ട് ചോദ്യം ഉണ്ടാവും, വിചാരണ ഉണ്ടാവും. അപ്പൊ ആ അധികാരം ആർക്കൊക്കെ എത്ര വേണ്ടി എടുത്തോളി. വിചാരണ ഉണ്ടാവും, ഓർമ്മ ഉണ്ടാകണം. എത്ര അധികാരം ഏറ്റെടുക്കുന്നുവോ ഒക്കെ ഞാൻ നോക്കിക്കോളാം.
എന്നൊക്കെ എത്ര ആൾ പറയുന്നുവോ ഓർക്കുക. ഭരണാധികാരം അത് കിട്ടിയാൽ അതനുസരിച്ച് ചോദ്യം ഉണ്ടാവും. വകുല്ലുകും മസ്ഊലുൻ അൻ റഇയതിഹി, എല്ലാവരും പ്രജകളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ആരുടെയൊക്കെ കീഴിൽ ആരൊക്കെ വേണം എന്നുള്ളത് ആലോചിച്ചോളി. എന്നിട്ട് കല്യാണം കഴിക്കണം. പെൺകുട്ടികൾ കല്യാണത്തിന് തയ്യാറാകണം, ആൺകുട്ടികൾ കല്യാണത്തിന് തയ്യാറാകണം. വല്യാപ്പ ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടല്ല കല്യാണം കഴിച്ചത്. ഈ വല്യാപ്പാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും, വല്യമ്മമാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് വിവാഹം കഴിക്കുക പുണ്യമാണ്. പിന്നെ വിവാഹം വൈകുന്തോറും ചിന്തകൾ മാറുമോ ഇല്ലേ, വികാരങ്ങൾ വരുമോ ഇല്ലേ, അതിന് പരിഹാരം മൊബൈലിലെ സിനിമയും സീരിയലും ആകുമോ ഇല്ലേ, അന്യ ആണുങ്ങളെ കാണുമ്പോൾ അന്യ പെണ്ണുങ്ങളെ കാണുമ്പോൾ നോക്കാൻ തോന്നുമോ ഇല്ലേ? അപ്പം അത് തെറ്റാണല്ലോ. ആ തെറ്റിൻ്റെ കാരണങ്ങളിൽ ഒന്ന് വിവാഹം സമയത്ത് നടക്കാതിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദീനുള്ള സ്വഭാവമുള്ള ഒരാൾ പെൺകുട്ടിയെ കല്യാണം ആലോചിച്ചാൽ ഫസവ്വിജൂഹു, കെട്ടിച്ചു കൊടുക്കണം. മാതാപിതാക്കളോടാണ് പറയുന്നത്. വഇല്ല, നിങ്ങളങ്ങനെ ചെയ്തില്ലെങ്കിൽ തകും ഫിത്നത്തും ഫിൽ അർളി, ഭൂമിയിൽ കുഴപ്പം ഉണ്ടാകും. ഭൂമിയിൽ വഫസാദുൻ അരീള്, ദുരവ്യാപകമായ കുഴപ്പങ്ങൾ ഉണ്ടാകും, ഫിത്നയുണ്ടാകും. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ. നമ്മുടെ ഒരൊറ്റ മോള് കല്യാണത്തിന് സമ്മതിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ദുരന്തം അങ്ങ് ആഫ്രിക്കയിലും ആസ്ട്രേലിയയിലും യൂറോപ്പിലും ഏഷ്യയിലും എല്ലായിടത്തും വരും. അവിടെ ഒരു ചെറുക്കൻ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ദോഷം ഈ കൊച്ചു വഴിക്കടവ് കാരക്കോടും വരെ എത്തും. റസൂലാ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയിപ്പോൾ എന്താ, എൻ്റെ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ വേറെ എത്ര ആൾക്കാരുണ്ട് എന്ന് നമുക്ക് അത്ര മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ മനസ്സിലായി എന്നും വരും. എന്തായാലും റസൂൽ പറഞ്ഞതാ, അതിനൊന്നും നിൽക്കണ്ട. പെൺകുട്ടികളോട് പറയണം, ആൺകുട്ടികളോട് പറയണം. അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കണേ. കല്യാണം കഴിച്ചാൽ ആ മകന് നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. മഹർ 2000 റുപ്യ കൊടുത്താൽ മതി. വയറു നിറയെ പ്രസംഗവും ഒരു പായസം, അത്രേ ആവശ്യമുള്ളൂ. പിന്നെ കിടക്കാനൊരു ചെറിയ സൗകര്യം, വാതിലടക്കാനുള്ള ഒരു സൗകര്യം. പിന്നെ അവർക്ക് പിറ്റേന്ന് ആവശ്യമുള്ളത് കുറച്ചു കാലം കഴിയുമ്പോൾ ഗർഭിണിയാകും. അപ്പം അതിനാവശ്യമുള്ളത് എപ്പോഴും ആശുപത്രിയിൽ പോകുക എന്നുള്ളതല്ല, പ്രസവിക്കണം, പിന്നെ മുലയൂട്ടണം, അതിൻ്റെതായ ആവശ്യങ്ങളും ആലസ്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിറവേറ്റണം. അതിന് നമ്മൾ കുടുംബങ്ങളെല്ലാം തയ്യാറാകണം. ആ ജനിക്കുന്ന കുട്ടി നമുക്ക് വോട്ട് ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ സ്കൂളിലും കോളേജിലും ആൾ കൂടും, കടയിലും കമ്പോളത്തിലും കച്ചവടം കൂടും, ഓട്ടോറിക്ഷയിലും കാറിലും ആൾ കയറും, മസ്ജിദിൽ ആൾ കൂടും, സമ്മേളനത്തിന് ആൾ കൂടും, മദ്രസയിൽ കുട്ടികളെ കൂടും. പിന്നെ എവിടെ ഇത് വേണ്ടാത്തത്? റസൂലുള്ളാഹി അരുളുകയാണ്, അബൂദാവൂദ് 2080 ഹദീസ്, തസവ്വജു, നിങ്ങൾ വിവാഹം കഴിക്കിൻ, അൽ വദൂദ, ധാരാളം സ്നേഹിക്കുന്ന സ്ത്രീകളെ. ശരിയല്ലേ? അത് വേണ്ടതല്ലേ? നിങ്ങളെ ഭാര്യയേക്കാൾ ലോകത്ത് ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ വേറെ സ്നേഹിക്കുന്നുണ്ടാകുമോ? ഇല്ല. മിക്കവാറും നല്ല ഭാര്യമാരൊക്കെ പറയും, എന്നെപ്പോലെ ആരും ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അൽഹംദുലില്ലാ, അങ്ങനെ തന്നെ വേണ്ടത് അല്ലേ? അപ്പോൾ നല്ലവണ്ണം സ്നേഹിക്കുന്ന പെണ്ണാകണം. പിന്നെയോ നല്ലവണ്ണം പ്രസവിക്കുന്ന പെണ്ണാകണം. ഇതാരാ പറയുന്നത്? ഒരുപാട് സ്ത്രീകളെ വിവാഹം കഴിച്ച, പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച, ആൺമക്കൾ കൂടുതൽ ജീവിച്ചിരുന്നിട്ടില്ലാത്ത നല്ല സ്നേഹമുള്ള വാപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അള്ളാഹു പറഞ്ഞതാണ് നബിയോട്. ഇത് പറയാൻ ഇത് നമ്മളോടാണ്. അപ്പോൾ ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കണം. പ്രസവിക്കണ്ട, കുട്ടികൾ ഇപ്പോൾ വേണ്ട എന്ന് ഇബ്ലീസ് പറയും. ഞങ്ങൾ 2, ഞങ്ങൾക്ക് 2, ഞങ്ങൾ 1, ഞങ്ങളെല്ലാവരും ഒന്നാണ്, ഞാനും ഭർത്താവ് ഒന്നാണ്, ഞങ്ങൾക്ക് ഒരു കുട്ടി മതി, ഞങ്ങളൊന്നുമല്ല, ഞങ്ങൾക്കൊരു കുട്ടിയും വേണ്ട എന്ന് പറയുന്ന പിശാചിന്റെ മന്ത്രണമല്ല
തസവ്വജു, നിങ്ങൾ കല്യാണം കഴിക്കണം, അൽ വലൂദ് അൽ വദൂദ്, ധാരാളം പ്രസവിക്കുന്ന, ധാരാളം സ്നേഹിക്കുന്ന സ്ത്രീകളെ. ഫഇന്നി മുകാസിറുൻ ബിക്കുമുൽ യൗം, ഫഇന്നി മുകാസിറുൻ ബിക്കും യൗമൽ ഖിയാമ. ഇനി രണ്ടാമത്തെ ആവശ്യം, അന്ത്യനാളിൽ നിങ്ങളെയും കൊണ്ട് ഞാൻ പെരുമ കാണിക്കും. ഏറ്റവും കൂടുതൽ ഉമ്മത്ത്, ഏറ്റവും കൂടുതൽ മെമ്പർമാർ. ഇനി തൗഹീദിന്റെ തറവാട്ടിലെ കാരണവരെ, റബ്ബിനോട് മാത്രം ഇസ്തിഗാസ ചെയ്യുന്ന ഈ മസ്ജിദിലെ ആളുകളെ, നബിമാരുടെ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന ആളുകളെ, നമ്മുടെ മക്കൾ, നമ്മുടെ പേരമക്കൾ ഉണ്ടായാൽ അവരൊക്കെ തൗഹീദിലായിരിക്കും. അവരതിനു വേണ്ടി പേരിൽ നരകത്ത് പോകില്ല, ഉറപ്പല്ലേ? അല്ലേ? എത്ര കാലം പോകേണ്ട തെറ്റുകൾ വേറെ ചെയ്താലും ശരി, അവരൊരു ദിവസം സ്വർഗത്തിലെത്തും. അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുന്ന മറ്റു മസ്ജിദുകളിൽ ഇപ്പോൾ ജുമാഅത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ കുട്ടിയും സ്വർഗത്തിൽ പോകുന്ന പ്രശ്നമേയില്ല. ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലായോ? എങ്കിൽ ഇപ്പം തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കണം. അവരോടൊക്കെ തൗഹീദ് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വിവാഹം കഴിക്കണം, കുടുംബം ഉണ്ടാകണം, കുടുംബം നിലനിർത്തണം. ഇന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു സഹോദരി വേദനയോടെ പറയുകയാണ്, അവൻ എന്ന് ഭർത്താവിന് പറഞ്ഞു, മോളെ അവന്ന് പറയല്ലേ. പിന്നെന്താ പറയുന്നത്? ഒരു തരി അരിമണിയില്ല വീട്ടിൽ, ക്യാനുകളൊക്കെ കാലിയായി കിടക്കുന്നു, ക്യാൻവാസുകളുടെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നു. അള്ളാഹുവേ കാത്തുരക്ഷിക്കണം. നല്ലോണം വീട്ടിൽ നോക്കണം, വീട്ടുകാരെ നോക്കണം, ഭർത്താവിനെയും നോക്കണം. മൊബൈലിലമ്മ കളിച്ചിട്ട് ചായ വേണമെന്ന് പറഞ്ഞ ഭർത്താവിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കരുത്, കോളിംഗ് ബെല്ലടിക്കുന്നത് കേൾക്കാതിരിക്കരുത്, പമ്പ് മോട്ടർ ഓണാക്കിയിട്ട് വെള്ളം അങ്ങനെ പോകുന്നത് കേൾക്കാതിരിക്കരുത്. ശ്രദ്ധിക്കണം, കുടുംബം ഉഷാറാക്കണം, കുടുംബത്തെ നോക്കണം. ആ നിലക്ക് നമ്മൾ ഉഷാറാക്കി കൊണ്ടിടക്കണം. കുറേ കുടുംബങ്ങൾ ഉണ്ടാകണം, കുറേ മക്കളുണ്ടാകണം, കുറേ മരുമക്കളും കുറേ പേരമക്കളും ഉണ്ടാകണം. അവരൊക്കെ മയ്യത്ത് നിസ്കരിക്കാനുണ്ടാകണം. വയസ്സാകുമ്പോൾ മീൻ ഒരാള്, അരി ഒരാള്, പല വക വസ്തുക്കൾ ഒരാള്, ഡ്രസ്സ് ഒരാള്, എല്ലാ മക്കൾക്കും കൂടി ഓഹരി വെക്കണം. സ്വത്ത് വല്ലതുണ്ടെങ്കിൽ അത് അള്ളാഹു പറഞ്ഞ രീതിയിൽ, പെൺമക്കൾ മാത്രമുള്ളവർ സ്വത്ത് അവരെ പേരിലൊന്നും എഴുതിയേക്കരുത്. അത് ആണുങ്ങൾക്ക് ഉപകാരം കൂടിയുള്ളതാണ്. അതായത് സ്വന്തം ചോരക്ക് കൂടി കൊടുക്കേണ്ടതാണ്. അഥവാ മരിച്ച മനുഷ്യന് അവൻ്റെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർക്ക് കൂടി ഓഹരി പോകേണ്ടതാണ്. എല്ലാ നിയമങ്ങളും പാലിച്ച് നല്ല കുടുംബമായി നീങ്ങണം. അള്ളാഹുവേ അനുഗ്രഹിക്കുമാറാകണേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, ഹജ്ജ് ശരിയായ രീതിയിൽ നിർവഹിച്ച് മടങ്ങി വരാൻ എല്ലാവർക്കും അല്ലാഹുവേ തൗഫീഖ് നൽകണേ. സുരക്ഷിതമായി പോകാൻ വേണ്ടി അല്ലാഹു 3 മാസമാണ് ഒരുക്കി വെച്ചത്. ഹജ്ജിന് യുദ്ധം ഹറാമാക്കി വെച്ചത്. എന്നിട്ടും ഇപ്പോൾ യുദ്ധത്തിൻ്റെ ചെറിയ ചെറിയ ലാഞ്ചനകൾ UAE നിന്നാണ് വരുന്നത്. ഇടക്കിടക്ക് പൊട്ടലും ചീറ്റലൊക്കെ ഇങ്ങനെ അവിടെ കേൾക്കുന്നു. അല്ലാഹുവേ, യുദ്ധത്തിൽ നിന്ന് എല്ലാവരെയും നീ പിന്തിരിപ്പിക്കണേ, സമാധാന അന്തരീക്ഷം നൽകണേ റബ്ബേ. അപ്പോൾ നമുക്കിവിടെ ഹജ്ജുണ്ടോ? ഇല്ല. പക്ഷേ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താ? ഉളഹിയത്ത്. വല്യഖ്ലു തഫസഹും വല്യുഫു നുദൂറഹും. അല്ലാഹു അരുളി, എന്ത്? പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ സംഭവം ഇവിടെ നമുക്ക് മാതൃകയായി നിശ്ചയിച്ചു. ഉളഹിയത്ത് ആരാണ് ഇറക്കേണ്ടത്? എല്ലാവരും ഇറക്കണോ? അത് വേണ്ട. ആരും ഇറക്കണ്ടേ? അങ്ങനെയല്ല. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, മൻ കാന ലഹു സഅത്തുൻ ഫലൻ യുളഹി ഫലാ യഖറബന്ന മുസല്ലാനാ. ഇബ്നു മാജ 3123 ഹദീസ്. കഴിവുണ്ടെങ്കിൽ, അറുത്തിട്ടില്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് ഇങ്ങോട്ട് വരണ്ട. കേട്ടല്ലോ? കേട്ട്. അപ്പം ആരാ അതൊക്കെ? കല്യാണത്തിന് എത്ര അർത്ഥത്? ഒരു മാട് അല്ലേ? ആണ്. എത്ര കല്യാണം? വീട്ടിൽ നടന്ന കല്യാണങ്ങളൊക്കെ. സൽക്കാരത്തിന് എത്ര? ഒരാട് അല്ലെങ്കിൽ കോഴി. ഇതൊക്കെ ഉണ്ട് പൊതുവെ. ശരി. എന്നിട്ടോ കമ്മിറ്റിക്കാർ എഴുതിയേക്കൽ എന്താ? ഒരു ഓഹരിക്ക് ഇത്രയെന്ന്.
കമ്മിറ്റിക്കാരെ, അതല്ല, ഒരാടിനിത്രേ, ഒരു മാടിനിത്രേ. ഒരു മാട് അറുക്കാൻ കഴിവുള്ളവൻ ഒരാളെ കൂട്ടരുത്. ഒരാടറുക്കാൻ കഴിവുള്ളവൻ, അത് പിന്നെ ഏതായാലും നമുക്ക് പാടില്ലാത്തതാണ്. എന്ത്, ഒരാടിന് ഒരു കുടുംബം തന്നെയാണ്. മാട് ഒന്നറുക്കാൻ കഴിവുള്ളവൻ ആരെയും കൂട്ടരുത്. നിങ്ങൾ ഒരാടിനർത്തോളിയും. പിന്നെ അതിന് മാടിനിറക്കാൻ അനുവാദമുണ്ട് 2 ആൾ കൂടി. അതിനും കഴിയില്ലെങ്കിൽ 3 ആൾ കൂടി. അതിനും കഴിയില്ലെങ്കിൽ 4 ആൾ കൂടി. അതിനും കഴിയില്ലെങ്കിൽ 5 ആൾ. അതിനും കഴിയില്ലെങ്കിൽ 6. അതിനും കഴിയില്ലെങ്കിലാണ് 7. അപ്പം അങ്ങനെ എഴുതിയേക്കേണ്ടത്. 2 ആൾക്ക് ഇത്രയും. ആരാണ് ഈ ആള്? ഭാര്യയും ഭർത്താവും വരുമാനമില്ലാത്ത മക്കളുമാണ് ഒരു ആള്. വരുമാനമുള്ള മക്കൾ വേറെ ആള്. വേറെ വീട്ടിൽ താമസിക്കുന്നവർ വേറെ ആള്. അവരൊക്കെ ഓരോരോ കുടുംബങ്ങൾ. അവരൊക്കെ ഓരോ മൃഗത്തെ അറുക്കണം. കഴിയില്ലെങ്കിൽ ഒരു ഓഹരി കൂടണം. 2 ആൾ കൂടിയിട്ട് അറക്കാൻ കഴിയെങ്കിൽ 3 ആളെ കൂട്ടേണ്ടതില്ല. നമുക്കില്ലേ മാനാഭിമാനമൊക്കെ ആണ്. അതുകൊണ്ട് എല്ലാവരും അറുക്കണം. അപ്പോൾ അറക്കാൻ കഴിവുണ്ടായിട്ട് വന്നില്ലെങ്കിൽ എന്താ പറഞ്ഞത്? ഇങ്ങോട്ട് വരണ്ടാന്ന്. എന്നാൽ ഞാൻ വരുന്നില്ല എന്ന് പറയലാണോ? അല്ല, നമ്മൾ അള്ളാൻ്റെ അടിമകളാണ്, നമ്മൾ റസൂലിൻ്റെ അനുയായികളാണ്. അതുകൊണ്ട് അറുക്കാൻ കൂടുക. പൈസ ഉണ്ടെങ്കിൽ മതി കേട്ടോ. മനക്കാനലഹു സാത്തുൻ, പണം ഉണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ ആഭരണം വാങ്ങാൻ പണമുണ്ട്, സൽക്കാരം നടത്താൻ പണമുണ്ട്, കല്യാണം നടത്താൻ പണമുണ്ട്, അറുക്കാൻ പണമില്ല എന്ന് പറയുമോ നമ്മൾ? അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചകൾ നടക്കുന്ന നമ്മുടെ മസ്ജിദുകളുടെ പരിസരങ്ങളിലുള്ള ആൾക്കാർ, അവര് 100 പോത്ത് 50 പോത്ത് ഒക്കെ ബദരീങ്ങൾ ആണ്ട് നടക്കുന്നു. ഉലഹിയത്തിന് ഓരോരി. അങ്ങനെയല്ല. അത് അള്ളാഹുവിനെ അപമാനിക്കലല്ലേ നിങ്ങൾ അവർ ചെയ്യുന്നതെന്ന് ചോദിക്കണം. പിന്നെ മുസ്ലിമിലെ 1977 ഹദീസ് റസൂലുള്ളാഹി അരുളിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ റഅയ്തും ഹിലാല ദുൽഹിജ്ജ, ദുൽഹിജ്ജ പറഞ്ഞാൽ വറാദ അഹദുക്കും അൻ യുളഹിയ, അറുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽയുംസിക് അൻ ശഅരിഹി വഅൽഫാരിഹി, നഖവും മുടിയും എടുക്കരുത് അറുക്കുന്നത് വരെ. 10 ദിവസം. 11 അറുക്കുന്നെങ്കിൽ 11 വരെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പെണ്ണുങ്ങൾ നഖം വെട്ടരുത് ആ ദിവസങ്ങൾ. മുടിയേതായാലും വെട്ടാറില്ലല്ലോ. അപ്പോൾ എൻ്റെ താടിൻ്റെ കാര്യം പറയാതിരുന്ന റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം, താടി എപ്പോഴും അങ്ങനെ തന്നെയാണ്. താടിക്കൊരു നിയമമേ ഉള്ളൂ. താടിക്കൊരു നിയമമേ ഉള്ളൂ. അതെന്താ? താടി വെറുതെ വിടണം, താടി വർദ്ധിപ്പിക്കണം, താടി മുഴുവനാക്കണം, താടി പരിപാലിക്കണം. ഔഫു വഫിറു അഫു അക്സിറു അർഹു, ഇതാണ് നിയമം. അതുകൊണ്ട് താടിയെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് താടി എപ്പോഴും അങ്ങനെയാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച കൊണ്ട് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഉലഹിയത്തിന് എല്ലാവരും കൂടുക, എല്ലാവരോടും പറയാം, ഇങ്ങനെ പണം സമയത്ത് കൊടുക്കുക. അതിൻ്റെ നിയമങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, അതനുസരിച്ച് ചെയ്യാം. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ. അമലുകളും ഇബാദത്തുകളും നബിചര്യ അനുസരിച്ച് നിർവഹിച്ച് സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ റബ്ബെ അനുഗ്രഹിക്കണേ. പാപങ്ങളാണ് ശക്തി പകരണേ റബ്ബെ, പാപികളാണ് മാപ്പ് നൽകണേ. കൂടുതൽ സമ്പത്ത് നൽകിയും കൂടുതൽ സന്താനങ്ങൾ നൽകിയും ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. അന്ത്യനാളിൽ നിൻ്റെ റസൂലിന് ശരിയായ രീതിയിൽ അഭിമാനിക്കാവുന്ന മക്കളെ ഞങ്ങൾക്ക് നൽകണേ റബ്ബെ. കുടുംബജീവിതത്തിലെ തകരാറുകൾ തീർത്തു തരണേ. കുടുംബത്തിലേക്ക് വരാതെ കുടുംബത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്ന ആൾക്കാർക്ക് അല്ലാഹുവേ ശരിയായ തോന്നൽ നൽകുമാറാകണേ. കുടുംബത്തെ നശിപ്പിക്കുന്ന തലാക്കുകളിൽ നിന്ന്, പിണക്കങ്ങളിൽ നിന്ന്, അസ്വാരസ്യങ്ങളിൽ നിന്ന് അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ. വ്യഭിചാരത്തിൽ നിന്ന്, സ്വയംഭോഗത്തിൽ നിന്ന്, ബലാത്സംഗത്തിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും ഉള്ളവർക്ക് അല്ലാഹുവേ ശിഫ നൽകുമാറാകണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ.